Hello dear friends, welcome to RJS Physics classes. Electromagnetic wave part 2 വരെ നമ്മൾ പറഞ്ഞു source of electromagnetic wave വരെ. Okay, so now part 3. ആ വേവിന്റെ എനർജി ഡെൻസിറ്റി, വെലോസിറ്റി പോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കലാണ് നമ്മളുടെ ഈ വീഡിയോന്റെ ഉദ്ദേശം. So get ready with book and pen. ഓക്കെ, എഴുതാൻ റെഡിയായി, ഫിസിക്സിന്റെ ലോകത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ റെഡിയായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. എന്റെ സ്പീഡ് കൂടുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ? സാരല്ല, അഥവാ സ്പീഡ് കൂടുതലുണ്ട്, നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നുകയാണെങ്കിൽ വാച്ച് ഇറ്റ് അഗൈൻ. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്തോളും, അത് കിട്ടിക്കോളും അല്ലെ. നമ്മൾ എത്തിപ്പെടേണ്ട ഹൈറ്റ് നമുക്കറിയാം, 180 questions 180 minutes. നീറ്റ് എന്ന് പറഞ്ഞ എക്സാം അല്ലെ. ഈ എക്സാം ആണ് നമ്മുടെ ടാർഗറ്റ് എന്നുള്ളത് തന്നെ 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ച് അത് ബബിൾ ചെയ്യണം. ആ സ്പീഡിലേക്ക് നമ്മൾ എത്തുക എന്നല്ലാണ്ട് നമ്മളെ സ്പീഡിനനുസരിച്ച് നീറ്റോ ജെയോ താഴേക്ക് ഇറങ്ങില്ല, ഉറപ്പാണ്. സോ ഇൻക്രീസ് യുവർ സ്പീഡ്, ഇൻക്രീസ് യുവർ ലെവൽ. അതിനു വേണ്ടി എന്ത് ചെയ്യണ്ട, പതുക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇങ്ങനെ ആണ് ട്ടോ എന്ന് പറയുന്ന സ്റ്റൈലിലേക്ക് പോണ്ട. ആ നോർമൽ സ്പീഡിൽ യു ക്യാൻ ലിഫ്റ്റ് അപ്പ്, നോ ഡൗട്ട്. യു ഹാവ് ഇനഫ് ബ്രെയിൻ ആൻഡ് ഇനഫ് കാലിബർ. ഓക്കെ, ആ സ്പീഡിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളെ ടോപ്പിക്കിലേക്ക് കയറാലോ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പാർട്ട് 3 എന്നുള്ള സുന്ദരമായ ലോകത്തിലേക്ക് നമുക്ക് കയറാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. അതെങ്ങനെയാ സർ? സൈൻ ഫംഗ്ഷൻ വന്നേ, LC ഓസിലേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓസിലേഷൻസ് അല്ലേ, ഓസിലേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ, അത് സൈൻ വേവ് കൊണ്ടും കോസ് വേവ് അല്ലെങ്കിൽ കൊസൈൻ വേവ് കൊണ്ടല്ലേ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ വരയ്ക്കാലോ. ശരിയാ, ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ അത് നമ്മൾ സൈൻ വേവ് അല്ലെങ്കിൽ കോസ് വേവ് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, സ്റ്റാർട്ടിങ് 0 എന്നാണെങ്കിൽ സൈൻ വേവ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്ത് പോയി എന്ന് മാത്രം. ഓക്കെ, അപ്പോ അവിടെ ഒരു കാര്യം ഉറപ്പായി, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഫ്രീ സ്പേസ് മതിയോ? ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനൊക്കെ എന്തെങ്കിലും ഒരു മീഡിയം വേണ്ടേ? വേണ്ട. അതുകൊണ്ടല്ലേ നമ്മൾ എപ്സിലോൺ 0 മ്യൂ 0 എന്നൊക്കെ ടേം പഠിച്ചേ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഫ്രീ സ്പേസിനും പെർമിറ്റിവിറ്റി ഉണ്ട്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം എന്ന് പറഞ്ഞാൽ വാക്വത്തിന് പെർമിയബിലിറ്റി ഉണ്ട്. അപ്പൊ ഫ്രീ സ്പേസ് ഓർ വാക്വത്തിൽ കൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സഞ്ചരിച്ചോളും വിത്തൗട്ട് എനി പ്രോബ്ലം. പറഞ്ഞ ലോജിക് ക്ലിയർ ആണല്ലോ. ഇനി എനർജി ഡെൻസിറ്റി, energy density due to electric fields. Energy density due to electric fields. Energy density നമ്മൾ U എന്നുള്ള ടേം വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്തിരുന്നത്. നമുക്കറിയാം എനർജിന്റെ ഇക്വേഷൻ ½ CV²/AD അല്ലെ. കപ്പാസിറ്ററിന്റെ കേസിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി പഠിച്ചതാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ ആൻസർ കിട്ടുക ½ C എന്നുള്ളതിന് പകരം ε0 A/D into V²/AD. A കട്ട് ചെയ്ത് പോകും, V²/D² is E². So energy density due to electric field is ½ ε0 E². Okay, energy density due to magnetic fields. Energy of an inductor നമുക്കറിയാം ½ Li² divided by AD. ഇതാണ് energy density of an inductor ന്റെ ഇക്വേഷൻ. Energy of an inductor electromagnetic wave എന്ന് കിട്ടും ½ Li² divided by AD. ഇൻഡക്റ്റൻസ് ന്റെ ഇക്വേഷൻ μ0 n²AL. ഇവിടുത്തെ ഡിസ്റ്റൻസ് L കൊടുക്കാണ്, അതുകൊണ്ട് ഇവിടെയും L തന്നെ കൊടുക്കാം. μ0 n²AL. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഡക്ടർ നമുക്കറിയാം എന്താണ്, μ0 ni. അതിൽ നിന്ന് I എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. എന്താ I കിട്ടുക? I = B/μ0 n. അപ്പോ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ കിട്ടാൻ നോക്കിയേ,
half AL. L ന് പകരം mu 0 n square AL. mu 0 n square AL into I square. I എന്ന് പറഞ്ഞ ഇതാണ് I ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ b square by mu 0 square n square. AL കട്ട് ചെയ്ത് പോവും, n square കട്ട് ചെയ്ത് പോവും, ഒരു mu 0 കട്ട് ചെയ്ത് പോവും. So we will get the answer b square by 2 mu 0. This is energy density due to electric field. അത് നമ്മൾ പഠിച്ചതാണ്. In the case of capacitor, energy density of dielectric in a capacitor. Energy by volume, then വോളിയം എന്നുള്ളതിനെ AD or AL നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇവിടെ അത് ക്യാൻസൽ ആയി പോകുന്നുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു സി ക്ക് പകരം എപ്സിലോൺ 0 A by D ഇൻറ്റു V സ്ക്വയർ ബൈ AD. V by D എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ്സ്. വോൾട്ടേജ് ബൈ ലെങ്ത് or voltage by distance is electric field. So energy density due to electric field is half epsilon 0 E square. Energy density due to magnetic fields. Inductor ആണ് magnetic field produce ചെയ്യാണ്, LC oscillation. Okay, so inductorന്റെ energy equation half Li square divided by volume area into length. Okay, ഇനി L എന്നുള്ളതിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോളിനോയിഡിന്റെ B എന്നുള്ള ഇക്വേഷൻ അതിൽ നിന്ന് I കണ്ടു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ B സ്ക്വയർ ബൈ 2 mu 0. ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഈ രണ്ട് എനർജി ഡെൻസിറ്റീസ് ഈക്വൽ ആണ്. UE ഈക്വൽ ടു UB. കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ ഫ്ലക്ച്വേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണേ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫ്ലക്ച്വേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണേ. സോ ദേ ആർ കോംപ്ലിമെന്ററി. ആ രണ്ട് എഫക്റ്റുകളും ഈക്വൽ ആണ്. ഓക്കെ, മീൻസ് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയർ ബൈ 2 mu 0. 2 വെട്ടിപ്പോ. E സ്ക്വയർ ബൈ B സ്ക്വയർ ഈക്വൽ ടു, ഈ എപ്സിലോൺ 0 താഴേക്ക് പോകും, 1 by mu 0 epsilon 0. E by B equal to 1 by root of mu 0 epsilon 0. ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്താണ്. അപ്പോഴാണ് മറ്റൊരു കാര്യം ആലോചിച്ചത്. ഈ E by B എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം പരിചയമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ടോപ്പിക്കിൽ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വന്നാൽ, പ്രത്യേകിച്ച് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട്, ഓക്കെ, അവിടെ രണ്ട് ഫോഴ്സുകൾ നമ്മൾ പറഞ്ഞു. വൺ ഈസ് QEB, അതർ വൺ ഈസ് QE. QQ കട്ട് ചെയ്ത് പോകും. സോ വെലോസിറ്റി എന്ന് പറഞ്ഞ E by B ആണ്. മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്തിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് തരാം? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് തരാം. തെറ്റിച്ചു. E by B എന്നുള്ള ക്വാണ്ടിറ്റി വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് തരാം. ഇവിടെ E by B എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്. അത് സംശയമൊന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി വെലോസിറ്റി ആണ്. mu 0 ന്റെ വാല്യൂ നമുക്കറിയാം, 4 pi into 10 raised to minus 7. എപ്സിലോൺ 0 ന്റെ വാല്യൂ നമുക്കറിയാം, 8.854 into 10 raised to minus 12. ഈ രണ്ട് സംഖ്യയും കൊടുത്തപ്പോ അവർക്ക് കിട്ടിയ ആൻസർ 3 into 10 raised to 8 meter per second ആണ്. വാക്വത്തിലൂടെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സഞ്ചരിക്കുന്ന വെലോസിറ്റി ആണ് 3 into 10 raised to 8 meter per second. ആ വെലോസിറ്റിയിൽ വേറെ ആരും കൂടി സഞ്ചരിക്കണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് നല്ലോണം പരിചയമുള്ള ഒരാൾ സഞ്ചരിക്കണ്ടല്ലോ. ആരാണത്? ലൈറ്റ്. ഓക്കെ, ഇവിടുന്ന് മാക്സ്വെൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗും കൂടി നടത്തുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലേക്ക് ഒരു പുതിയ മെമ്പറെ കൂടെ മാക്സ്വെൽ കൊണ്ടുവരാണ്, ലൈറ്റിനെ. ഇവിടുന്ന് മാക്സ്വെൽ പ്രസ്താവിക്കാണ്, ലൈറ്റ് ഈസ് an electromagnetic wave. Light is an electromagnetic
വേവ്. ഓക്കെ, കാരണം ഏത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനും ഫ്രീ സ്പേസിലുള്ള വെലോസിറ്റി 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. സെയിം വെലോസിറ്റിയിലാണ് ലൈറ്റും സഞ്ചരിക്കുന്നത്. അപ്പൊ ലൈറ്റ് എന്ത് വേവിന്റെ ഭാഗമായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പാർട്ടാവും. ഓക്കെ, സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻ അതിനൊരു എനർജി ഡെൻസിറ്റി ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേഷൻ അതിനൊരു എനർജി ഡെൻസിറ്റി ഉണ്ട്. ആ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വെലോസിറ്റി എന്നുള്ള ഒരു ടേം കിട്ടും. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ they got the idea 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഓക്കെ, അവിടുന്ന് അവര് കൺക്ലൂഡ് ചെയ്യാണ് എന്താണ്? ലൈറ്റ് ഈസ് an electromagnetic wave. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ലൈറ്റ് ഈസ് an electromagnetic wave എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എന്ത് ചെയ്യാണ്? മാക്സ്വെൽ ആൻഡ് പാർട്ടി എത്തിച്ചേരാണ്. പറഞ്ഞ ഐഡിയ കിട്ടിയല്ലോ. ഇപ്പൊ സത്യം മനസ്സിലായില്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം അതിന് ഇലക്ട്രിക് ഫീൽഡ് കാരണമായ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള ഒരു എനർജി ഡെൻസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള എനർജി ഡെൻസിറ്റി ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ഈസിലി ട്രാൻസ്ഫർ എനർജി. ഓക്കെ, എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് പറ്റും വിത്തൗട്ട് എനി പ്രോബ്ലം. ആ എനർജി എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ഉത്തരം പറയാം? വെരി സിമ്പിൾ. half epsilon 0 e square is the energy density. Okay, energy density അതാണല്ലോ. അതിന്റെ എനർജി കാണാൻ എന്താ ചെയ്യാ? ഇൻടു വോളിയം. വോളിയം എന്ന് പറഞ്ഞ ഏരിയ ഇൻടു തിക്നെസ്. തിക്നെസ് is Ct. ടി സമയം കൊണ്ട് എത്ര ദൂരം എത്തും എന്ന് ചോദിച്ചാൽ അപ്പൊ ഇതായിരിക്കും എനർജി. ഓക്കെ, ഇത്രയും എനർജിയാണ്. ക്ലിയർ ആയില്ലേ? ഇത്രയും എനർജിയാണ് എന്ത് ചെയ്തത്? അവിടെ ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ, സോ അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എനർജി ട്രാൻസ്ഫറൻസ് പറ്റും. ഓക്കെ, ഇനി ഒരു സ്ഥലത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഉണ്ടാക്കിയാൽ ആ മൊമെന്റ് തന്നെ അത് അപ്പുറത്തേക്ക് എത്തുമല്ലോ. സംശയം എന്താ? കാരണം മൂപ്പര് സഞ്ചരിക്കണ നാട്ടിലത്തെ ബസ് ഓടുന്ന സ്പീഡിലല്ല, 3 ലക്ഷം km/s ഭൂമിനെ 6 പ്രാവശ്യം ചുറ്റാനുള്ള സ്പീഡിലാണ് മൂപ്പര് പോണത്. അങ്ങനെ പോകുമ്പോ ഇവിടെ ഒരു ആന്റിന ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ക്രിയേറ്റ് ചെയ്താൽ അത് കിലോമീറ്ററുകളോളം ടക്ക് എന്ന് പറയുമ്പോ എത്തും. സംശയമൊന്നുമില്ല. കാരണം എന്താണ്? 1 സെക്കൻഡ് കൊണ്ട് ഭൂമിനെ 6 പ്രാവശ്യം കറങ്ങണ സ്പീഡിലാണ് മൂപ്പര് പോണത്. ഓക്കെ, അത്രയും പ്രാവശ്യം കറങ്ങണ സ്പീഡ് അല്ലെങ്കിൽ 8 പ്രാവശ്യം കറങ്ങണ സ്പീഡിലാണ് പോണത്. ഈ സ്പീഡിൽ പോണ ഒരാൾക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ എത്താൻ 25 ദിവസം കഴിഞ്ഞ് കണ്ട് പിന്നെ ചായ കുടിക്കാനുള്ള സമയം കൂടി കൊടുക്കണോ? വേണ്ട. അതെന്ത് ചെയ്തോളും? In fraction of nanosecond it will reach there. ഓക്കെ, അത്രയും ചെറിയ സമയം കൊണ്ട് എന്ത് ചെയ്തോളും? അത് അപ്പുറത്തേക്ക് എത്തിക്കോളും. ഇതിന്റെ വ്യത്യാസം തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. അതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആന്റിന വിടുമ്പോ തന്നെ നമുക്ക് കിട്ടണത്. ഓക്കെ, ആന്റിനെന്ന് പോകുന്ന നമ്മളെ നാട്ടിലേക്ക് എത്താൻ എത്ര ദൂരം ഉണ്ടാവുക? ഇനി പരമാവധി എന്ത് ചെയ്തോളൂ? ഏറ്റവും മുകളിലുള്ള സാറ്റലൈറ്റിലേക്ക് നോക്കിക്കോളൂ. അതന്നെ എത്രയേ ഉള്ളൂ? 36,000 കിലോമീറ്റർ. 3 ലക്ഷം km/s പോണ ലൈറ്റിന് ഈ 36,000 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതല്ലേ? ഓക്കെ, അത് ഈസി ആയിട്ട് എന്ത് ചെയ്തോളും? സെക്കൻഡിന്റെ എത്രയോ ചെറിയ സമയം കൊണ്ട് അങ്ങോട്ട് എത്തിക്കോളും. ഐഡിയ ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ ലോജിക് നമുക്ക് കിട്ടി. ഇവിടുന്ന് നമുക്കൊരു മാസ്റ്റർ ഇക്വേഷൻ കിട്ടുകയാണ്. E/B = C. E/B = C. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? E/B = C എന്ന് വരും. ഓക്കെ, കുറച്ചും കൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ E0/B0 = C. അപ്പൊ അതിലൊരു ഡൗട്ട് വരും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ തീരുമാനിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണോ മാഗ്നറ്റിക് ഫീൽഡ് ആണോ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഒപ്റ്റിക്കൽ ബിഹേവിയർ തീരുമാനിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണോ മാഗ്നറ്റിക് ഫീൽഡ് ആണോ? നോ ഡൗട്ട് അറ്റ് ഓൾ ഇലക്ട്രിക് ഫീൽഡ് ആണ്. കാരണം സിമ്പിൾ. ഇതിൽ നിന്ന് E0 ന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? B0 × C. E0 is very much greater than B0. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വാല്യൂ B0നേക്കാൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ വാല്യൂനേക്കാൾ ഒരുപാട് ഡോമിനേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ തീരുമാനിക്കപ്പെടുന്നത് ഏതുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ കൊണ്ടാണ്. ഓക്കെ, ഈ പറഞ്ഞത് വരെ സംശയങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, സോ അപ്പൊ നമുക്ക് കിട്ടിയ മാസ്റ്റർ ഇക്വേഷൻ E/B = C.
E by B equal to C, and one more equation is there, C equal to 1 by root of mu 0 epsilon 0. Okay, ഇത് ഫ്രീ സ്പേസ് കൂടെ പോവുകയാണെങ്കിലാണ്. ഫ്രീ സ്പേസ് അല്ലാത്ത വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൂടെയാണ് പോണതെങ്കിൽ അപ്പൊ നമ്മൾ അതിനെ സി എന്ന് വിളിക്കില്ല, വി എന്നാണ് വിളിക്കുക. ഇറ്റ് ഈസ് 1 by root mu epsilon. ഓക്കെ, വി എന്ന് പറഞ്ഞ 1 by root mu epsilon. അത് നമുക്ക് മാറ്റി എഴുതാം 1 by root of mu എന്ന് പറഞ്ഞാൽ mu 0 mu r, epsilon എന്ന് പറഞ്ഞാൽ epsilon 0 epsilon r. ഓക്കെ, സോ ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, 1 by root of mu 0 mu r into epsilon 0, തിരിച്ചു mu 0 epsilon 0 into mu r epsilon r. അങ്ങനെ എഴുതിയ എന്റെ ദുരുദ്ദേശം മനസ്സിലായില്ലേ? 1 by root mu 0 epsilon 0 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്? സി ആണ്. അപ്പോ ഈക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, v equal to c by root mu r epsilon r, or root mu r epsilon r is equal to c by v. ഇത് നമുക്ക് നല്ലോണം പരിചയമുള്ള ഇക്വേഷൻ അല്ലേ? Is nothing but refractive index of the medium. So refractive index of the medium is root mu r epsilon r. Refractive index of the medium is root mu r epsilon r. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ പറഞ്ഞേ? ഓക്കെ, സോ അപ്പൊ സി എന്നുള്ളതിന്റെ ആൻസർ കിട്ടും. ഫ്രീ സ്പേസിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മൂവ് ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിലൂടെയാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ mu 0 എന്നുള്ളത് mu ആയിട്ട് മാറും, epsilon 0 epsilon ആയിട്ട് മാറും. mu എന്ന് പറഞ്ഞാൽ mu 0 mu r, epsilon എന്ന് പറഞ്ഞാൽ epsilon 0 epsilon r. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും v equal to 1 by root of mu 0 epsilon 0 into mu r epsilon r. Okay, 1 by root mu 0 epsilon 0 എന്ന് പറഞ്ഞ c ആണ്. So v equal to c by root of mu r epsilon r. Okay, so v equal to c by this quantity, c by v എന്ന് പറഞ്ഞ root mu r epsilon r. It is nothing but refractive index of the medium. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി ആവറേജ് എനർജി ഡെൻസിറ്റി. Average energy density. Average energy density. അതിന്റെ ലോജിക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഹാഫ് എപ്സിലോൺ 0 e സ്ക്വയർ. പക്ഷേ ഈ എന്നുള്ളതിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. ഈ എന്ന് പറഞ്ഞ E0 sin kx minus omega t. So half epsilon 0 square E0 square sin square kx minus omega t. ഇതിന്റെ ആവറേജ് വാല്യൂ കാണുമ്പോൾ ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്, ഇത് കോൺസ്റ്റന്റ്. സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളതിന്റെ ആവറേജ് വാല്യൂ 1/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനർജി ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 1/4 epsilon 0 e square. അതിനെ നമ്മൾ സ്മോൾ u എന്നാണ് കൊടുക്കുക. ആവറേജ് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് എനർജി ഡെൻസിറ്റി, ആവറേജ് എനർജി ഡെൻസിറ്റി വിൽ ബി സ്മോൾ u e. ഓക്കെ, അത് 1/4 epsilon 0 e square. ഇങ്ങനെയാണെങ്കിൽ ആവറേജ് എനർജി ഡെൻസിറ്റി ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? വെരി സിമ്പിൾ, എനർജി ഡെൻസിറ്റിന്റെ ഹാഫ് ആണ് ഇവിടെ. അപ്പൊ ആവറേജ് എനർജി ഡെൻസിറ്റി ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡോ b സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 mu 0. ഇതാണ് എനർജി ഡെൻസിറ്റി ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി, ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എനർജി ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് plus energy density due to magnetic field. That is either half epsilon 0 e square or b square by 2 mu 0.
അതെങ്ങനെയാ സാർ അങ്ങനെ വരണേ? വെരി സിമ്പിൾ. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ആവറേജ് എനർജി ഡെൻസിറ്റികൾ ഈക്വൽ ആണ്. ഓക്കെ, അപ്പോ ഇതും കൂടെ കൂട്ടുക. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എന്താണ്? ഇത് ഹാഫ് ആണ്, ഇത് ഹാഫ് ആണ്. അതിന് പകരം ഇതിന്റെ 2 ടൈംസ് പറഞ്ഞാൽ പോരെ, അപ്പൊ ഇത് കിട്ടും. അല്ലെങ്കിൽ ഇതിന്റെ 2 ടൈംസ് പറഞ്ഞാൽ മതി, അപ്പൊ ഈ ക്വാണ്ടിറ്റി കിട്ടും. ഇതാണ് ടോട്ടൽ എനർജി ഡെൻസിറ്റി. ടോട്ടൽ ആവറേജ് എനർജി ഡെൻസിറ്റി. Total average energy density should be either half epsilon 0 E square or B square divided by 2 mu 0. ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ആ പറഞ്ഞാല് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ ഒരു ക്വാണ്ടിറ്റി ആണത്. ഓക്കെ, അപ്പോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എനർജി ഡെൻസിറ്റി അറിയാം, ആവറേജ് എനർജി ഡെൻസിറ്റി അറിയാം. ഓക്കെ, ഇനി വരുന്നത് മൊമെന്റം. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഓർ ഇറ്റ് ക്യാൻ ക്യാരി എനർജി. ഓക്കെ, സോ ഇലക്ട്രോൺ മാഗ്നറ്റിക് വേവിന് എനർജി ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുക. ഇനി വരുന്നത് മൊമെന്റം. ഡി ബ്രോഗ്ലിന്റെ സുന്ദരമായ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇവിടുന്ന് നമുക്ക് അടുത്ത ഐഡിയ കിട്ടും. ലാംഡ ഈക്വൽ ടു h by p or p equal to h by lambda. p എന്ന് പറഞ്ഞാൽ h by lambda. Okay, then frequency into wavelength equal to velocity. So wavelength equal to c by nu. Okay, അത് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? p equal to hc by, ശരിയല്ലേ? or sorry, h nu by c. Okay, so ന്യൂ ലാംഡ എന്ന് പറഞ്ഞ സി ആണ്. ലാംഡ എന്നുള്ളതിന് പകരം സി ബൈ ന്യൂ കൊടുക്കുമ്പോ ഇതിന് പകരം സി വരും, താഴെ ന്യൂ വരും, അത് മുകളിലേക്ക് പോകും. എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ? ഓക്കെ, സോ മൊമെന്റം ഓഫ് ഇ എം വേവ് ഷുഡ് ബി എനർജി ബൈ സി. എച്ച് ന്യൂ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എനർജി ആണ്. സോ മൊമെന്റം ഷുഡ് ബി എനർജി ഡിവൈഡഡ് ബൈ സി. ഓക്കെ, momentum of electromagnetic wave. Momentum of electromagnetic wave is h nu by c. h nu എന്ന് പറഞ്ഞ എനർജി ആണ്. So u by c is the momentum. Okay, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. It can carry energy, it can carry momentum. Okay, clear അല്ലേ? Okay, so എനർജി ഡെൻസിറ്റി, മൊമെന്റം. ഓക്കെ, ഈ പറഞ്ഞ ഏരിയാസ് ഒക്കെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് വ്യക്തമായിട്ട് കയറിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എനർജി ക്യാരി ചെയ്യാം, മൊമെന്റം ക്യാരി ചെയ്യാം, എനർജി ഡെൻസിറ്റി, ആവറേജ് എനർജി ഡെൻസിറ്റി, ഈ പറഞ്ഞ ഐഡിയാസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും സെയിം ഫേസിലാണ് ഉണ്ടാവുക. ഒരാള് എക്സ് ആക്സില് പോസിറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ മറ്റാൾ വൈ ആക്സിസിൽ പോസിറ്റീവ് ആയിട്ട് മൂവ് ചെയ്യും. അടുത്തത് നെഗറ്റീവ് എക്സ് ആക്സിൽ മൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വൈ ആക്സിൽ മൂവ് ചെയ്യും. ഓക്കെ, ദേ ആർ ഇൻ ഫേസ്. അതെങ്ങനെയാ സാർ ശരിയാവാ? ഒരാൾ ഒരു വഴിക്കല്ലേ, മറ്റാൾ വേറെ വഴിക്കല്ലേ? ആ രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇ എക്സും ബി വൈയും. അതിൽ സൈൻ കഴിഞ്ഞിട്ട് വരുന്ന ബ്രാക്കറ്റിനെയാണ് നമ്മൾ ഫേസ് എന്ന് വിളിക്കുക. ആ ബ്രാക്കറ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സത്യം മനസ്സിലാവും. രണ്ടും kz മൈനസ് ഒമേഗ ടി ആണ്. രണ്ടും kz മൈനസ് ഒമേഗ ടി ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? They are in same phase. Both electric and magnetic vectors are in same phase. Okay, ഇനി നമുക്ക് പറയാനുള്ളത് intensity of electromagnetic wave and properties of electromagnetic wave. പിന്നെ അതിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ടുള്ള ടോപ്പിക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്റൻസിറ്റി ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള ഏരിയാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.
ഓക്കെ, സോ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ അമർത്താം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് തോന്നുന്ന കമന്റുകൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോ വരേക്കും ബൈ.